ഇത് നമുക്കൊരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ബഡ്ജറ്റഡ് എക്സ്പെൻസസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 600 and 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തുമാത്രം കോസ്റ്റ് ആവും എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യനിലെ ഡേറ്റ ഞാൻ ഓൾറെഡി ആൻസർ ഫോർമാറ്റിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സലിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കാൽക്കുലേഷൻ നമുക്ക് ഈസി ആയിരിക്കും. ഇക്വേഷൻ സെറ്റപ്പ് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യണം. മെറ്റീരിയൽ per യൂണിറ്റ് 75 റുപ്പീസ് ആണ് ആകുന്നത്. അപ്പോഴത്തേക്കും 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ടൈംസ് 10,000 ആണ്. 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി 75 ടൈംസ് 800 ആൻഡ് 600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 75 ടൈംസ് 600. അതുപോലെ തന്നെയാണ് നമ്മൾ ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്നും നോക്കണ്ട, അപ്പൊ യൂണിറ്റ് എത്രയാണോ അതിനെ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കിട്ടുന്നത്. ആ യൂണിറ്റ് എമൗണ്ടിനെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് എമൗണ്ട്സ് ആണ്. വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡ് 20 റുപ്പീസ് ആണ്. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ എത്രയാണോ അതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ എക്സ്പെൻസസും കൂടും. അപ്പോഴത്തേക്കും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 20 റുപ്പീസ് ആണ് ആകുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 20 ടൈംസ് 600, 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 20 ടൈംസ് 800 ആൻഡ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 20 ടൈംസ് 10,000. പക്ഷെ ഫിക്സ്ഡ് എക്സ്പെൻസസിന്റെ കാര്യം, ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അവിടെ ഇത്തിരി വ്യത്യാസമാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫിക്സ്ഡ് എക്സ്പെൻസസ് 1 lakh ആണ് തന്നിരിക്കുന്നത്. ഫിക്സ്ഡ് ഓവർഹെഡ് 1 lakh ആണ് തന്നിരിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലേലും കൂടിയാലും കുറഞ്ഞാലും ഫിക്സ്ഡ് എക്സ്പെൻസ് എപ്പോഴും 1 lakh ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് എക്സ്പെൻസ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫിക്സ്ഡ് എക്സ്പെൻസ് എത്രയാണ്, അത് 1 lakh ആണ്. അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 10 റുപ്പീസ് ആണ് വരുന്നത്. 800 യൂണിറ്റ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഫിക്സ്ഡ് എക്സ്പെൻസ് 1 lakh ആണ്. അതിനെ നമ്മൾ 800 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 600 യൂണിറ്റ്സിന്റെ കാര്യം വരുമ്പോഴും അവിടെയും ഫിക്സ്ഡ് ഓവർഹെഡ് മാറ്റമില്ലാതെ 1 lakh ആണ്. അതിനെ നമ്മൾ 600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വരുന്ന പെർ യൂണിറ്റ് ആണ് 166.67, 125 and 10. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 60,000 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ 600 യൂണിറ്റ്സിനും 800 യൂണിറ്റ്സിനും 10,000 യൂണിറ്റ്സിനും 60,000 ആണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അപ്പൊ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെർ യൂണിറ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 10,000. 800 യൂണിറ്റ്സിന്റെ കാര്യത്തിൽ 60,000 ഡിവൈഡഡ് ബൈ 800 and ഇവിടെ 60,000 ഡിവൈഡഡ് ബൈ 600. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 10% ഓഫ് ദ ടോട്ടൽ സെല്ലിംഗ് എക്സ്പെൻസ് ഫിക്സ്ഡും ബാക്കിയുള്ളത് വേരിയബിളും ആണ്. ബാക്കിയുള്ളത് എത്രയാണെന്ന് ചോദിച്ചാൽ 10% ഫിക്സ്ഡ് ആയാലും ബാക്കിയുള്ളത് 90% ആണ് വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പോഴത്തേക്കും സെല്ലിംഗ് എക്സ്പെൻസ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാം സെല്ലിംഗ് എക്സ്പെൻസ് ഫോർ പ്രൊഡ്യൂസിങ് 10,000 യൂണിറ്റ്സ് ഒരു യൂണിറ്റിന് 12 റുപ്പീസ് ആണ് ആകുന്നത്. പക്ഷെ അത് ടോട്ടൽ ആണ്, ഫിക്സ്ഡും വേരിയബിളും ഉൾപ്പെടെയാണ്. അപ്പൊ വേരിയബിൾ എന്ന് പറയുന്നത് 10% ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 90% ആണ് വേരിയബിൾ. അപ്പൊ വേരിയബിൾ 12ന്റെ 90% ആണ് വന്നത്. 12 times 90 divided by 100, അതായത് 10.8 rupees, 10 rupees 80 പൈസയാണ് വരുന്നത്. ആ റേറ്റ് തന്നെ ആയിരിക്കും വേരിയബിൾ ആയതുകൊണ്ട് ആ റേറ്റ് തന്നെ ആയിരിക്കും 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള
യൂണിറ്റ് എക്സ്പെൻസ്. അതായത് 10.8 തന്നെയാണ് നമ്മുടെ പെർ യൂണിറ്റ് വേരിയബിൾ ഓവർഹെഡ്. 600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ വേരിയബിൾ എക്സ്പെൻസ് 10.8 ടൈംസ് 600. 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 10.8 ടൈംസ് 800. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും is equal to 10.8 ടൈംസ് 10,000. അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിൽ 20% ആണ് ഫിക്സ്ഡ്, ബാക്കി 80% ആണ് വേരിയബിൾ എക്സ്പെൻസസ്. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ടോട്ടൽ പെർ യൂണിറ്റ്, അതായത് വേരിയബിളും ഫിക്സ്ഡും കൂടി കൂട്ടി വരുന്ന ടോട്ടൽ പെർ യൂണിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 8 ആണ്. അപ്പോഴത്തേക്കും വേരിയബിളിന് 80%, ഫിക്സ്ഡിന് 20% ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് വേരിയബിൾ റേറ്റ് കണ്ടുപിടിക്കാം. റേറ്റ് പെർ യൂണിറ്റ് 8 ആണ്. സോ ദാറ്റ് മീൻസ് 8 ടൈംസ് ഫിക്സ്ഡ് 20% ആണ്. അപ്പൊ വേരിയബിൾ 20% ആയിരിക്കും വരുന്നത്. സോറി, വേരിയബിൾ 80% ആയിരിക്കും വരുന്നത്. ഡിവൈഡഡ് ബൈ 100. 800 യൂണിറ്റ്സിനും അതുപോലെ തന്നെയാണ്. 8 ടൈംസ് 80 ഡിവൈഡഡ് ബൈ 100 സെയിം റേറ്റ് ആയിരിക്കും. 10,000 യൂണിറ്റ്സിനും 8 ടൈംസ് 80 ഡിവൈഡഡ് ബൈ 100. അപ്പൊ അതിന്റെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ പെർ യൂണിറ്റ് എക്സ്പെൻസിന് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഈക്വൽ ടു 6.4 ടൈംസ് 800. That's equal to 6.4 times 10,000. ഇനി നമുക്ക് ഫിക്സ്ഡ് കണ്ടുപിടിക്കാം. ഫിക്സ്ഡ് എക്സ്പെൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസിന്റെ ഫിക്സ്ഡ് കണ്ടുപിടിച്ചില്ലായിരുന്നു. അപ്പൊ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സെല്ലിംഗ് എക്സ്പെൻസ് 10% ആണ് ഫിക്സ്ഡ്. പെർ യൂണിറ്റ് 12 ആണ് വരുന്നത്. അപ്പോഴത്തേക്കും പെർ യൂണിറ്റ് 12 ടൈംസ് അതിന്റെ 10% ഡിവൈഡഡ് ബൈ 100. ഇവിടെയും 800നും 12 ടൈംസ് 12 ടൈംസ് അല്ല, സോറി, കാരണം ഇത് ഫിക്സ്ഡ് എക്സ്പെൻസ് ആണ്. ഫിക്സ്ഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് ഫിക്സ്ഡ് എക്സ്പെൻസ് എത്ര വരുമോ 10,000, കാരണം 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ ഫിക്സ്ഡ് എക്സ്പെൻസ് വരിക എന്ന് വെച്ചാല് 12 ടൈംസ് 10,000 ആണ്. അതായത് 1,20,000 വരും. അപ്പോഴത്തേക്കും വേരിയബിൾ പോർഷൻ നമ്മൾക്ക് 1,08,000 ആണ് ആയിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മള് ഫിക്സ്ഡ് പോർഷൻ എത്ര വരിക എന്ന് വെച്ചാല് 1,20,000 മൈനസ് 1,08,000. അതായിരിക്കും നമ്മുടെ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ ഫിക്സ്ഡ് സെല്ലിംഗ് എക്സ്പെൻസ്. കാരണം 1,08,000 12,000 കൂടി കൂട്ടിയാൽ നമ്മൾക്ക് 1,20,000 കിട്ടും. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 12 into 10,000 ആണ്. അപ്പൊ ഇതാണ് ടോട്ടൽ 1,20,000 എന്നുള്ളതാണ് ടോട്ടൽ സെല്ലിംഗ് എക്സ്പെൻസ്. അതിലെ ഫിക്സ്ഡ് പോർഷൻ എന്ന് പറഞ്ഞത് 12,000 ആണ്. ആ 12,000 യൂണിറ്റ്സ് എത്രയാണേലും, കാരണം ഫിക്സ്ഡ് എക്സ്പെൻസ് ആണ്, പ്രൊഡക്ഷൻ അനുസരിച്ച് കൂടിയാലും കുറഞ്ഞാലും അത് കുറയില്ല. അപ്പോഴത്തേക്കും അത് നമ്മൾക്ക് 12,000 തന്നെ വെക്കണം. 800 യൂണിറ്റ്സിനും 600 യൂണിറ്റ്സിനും 12,000 തന്നെ വെക്കണം. സോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 12,000 ഫിക്സ്ഡ് എക്സ്പെൻസ് വരുമെങ്കിൽ 600 യൂണിറ്റ്സിന് പെർ യൂണിറ്റ് എത്രയാവും. സോ അത് കണ്ടുപിടിക്കാനായിട്ട് 12,000 ഡിവൈഡഡ് ബൈ 600. ഇവിടെ വരുമ്പോഴത്തേക്കും 12,000 ഡിവൈഡഡ് ബൈ 800. 10,000 കാര്യം വരുമ്പോഴത്തേക്കും 12,000 ഡിവൈഡഡ് ബൈ 10,000. അതാണ് നമ്മുടെ ടോട്ടൽ ഫിക്സ്ഡ് എക്സ്പെൻസ്. 1,20,000 വരുമ്പോഴത്തേക്കും 600, 800 and 10,000 യൂണിറ്റ്സിന് വരുന്ന പെർ യൂണിറ്റ് ഫിക്സ്ഡ് എക്സ്പെൻസിന്റെ കോസ്റ്റ്. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസില് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും
8 per യൂണിറ്റ് ആണ് കോസ്റ്റ് വരുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് വരുമ്പോഴത്തേക്കും 10,000 into 8 80,000 ആണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരുന്നത്. അതായത് വേരിയബിളും ഫിക്സ്ഡും ഉൾപ്പെടെ 80,000, അതായത് 8 times 10,000, അപ്പൊ 80,000 ആണ് വരുന്നത് ടോട്ടൽ വേരിയബിൾ പ്ലസ് ഫിക്സ്. അപ്പോഴത്തേക്കും ഫിക്സ്ഡ് മാത്രം എത്ര വരും? 80,000 മൈനസ് 64,000, അതായത് 16,000 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ 16,000 തന്നെ നമ്മൾക്ക് 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഫിക്സ്ഡ് എക്സ്പെൻസ് വരും. കാരണം പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഫിക്സ്ഡ് എക്സ്പെൻസ് മാറില്ലല്ലോ. സോ ഇനി നമ്മൾ പെർ യൂണിറ്റ് റേറ്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് 16,000 600 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 16,000 800 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ വരുമ്പോഴത്തേക്കും 16,000 ഡിവൈഡഡ് ബൈ 10,000. So that's equal to 16,000 divided by 10,000. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമ്മൾ ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. 600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2,66,864 കോസ്റ്റ് വരും. 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 2,98,000 സംതിങ് ആവും. അതായത് യൂണിറ്റ്സ് കൂടുന്ന അനുസരിച്ച് കോസ്റ്റ് കൂടി. ഇവിടെ അത് 15,60,000 ആയി. കാരണം 800 യൂണിറ്റ്സ് നമ്മൾ ഒറ്റയടിക്ക് ഒരു ചാട്ടം ചാടി 10,000 യൂണിറ്റ്സിലോട്ട് എത്തണേണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് കോസ്റ്റ് ആണ്. 600 യൂണിറ്റ്സിന് 450.53, 800 യൂണിറ്റ്സിന് 450 കുറഞ്ഞു 372.2 ആയി. അത് 10,000 യൂണിറ്റ്സ് എത്തിയപ്പോഴത്തേക്കും വീണ്ടും യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞു. അപ്പൊ നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, സെൻസിബിൾ ആണ് കാര്യം. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കൂടുന്തോറും ടോട്ടൽ കോസ്റ്റ് കൂടി, യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് 2,66,000 ചെയ്ത് 2,98,000 ആയി. പിന്നെ അത് 15 lakh സംതിങ് ആയി. യൂണിറ്റ് കോസ്റ്റ് 450 ആയിരുന്നു. 600 യൂണിറ്റ്സിന് 800 എത്തിയപ്പോൾ 372 ആയി. 10,000 യൂണിറ്റ്സ് എത്തിയപ്പോഴത്തേക്കും അത് ശരിക്കും കുറഞ്ഞു 156 ആയി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്.